ഉപയോഗശൂന്യ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടൊരുക്കിയ കേരള ഭൂപടം കൗതുകമായി. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ ഭൂപടം പ്ലാസ്റ്റിക് വിപത്തിന്റെ നേർപ്രതീകമായി മാറുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്ന് അജൈവ മാലിന്യങ്ങളുടെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കൊണ്ട് കേരളത്തിന്റെ ഭൂപടം കോട്ടയം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരുക്കിയത്. പരിപാടി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ അധ്യക്ഷനായിരുന്നു. മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പരിപാടി ബ്ലോക്ക് തലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ MC റോഡ് കടന്ന് പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഫെസിലിറ്റേറ്റർ ബിന്ദു അജിക്കും നഗരസഭകളുടെ സൗന്ദര്യവൽക്കരണത്തിനായി ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷ ഷാജിക്കും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ചെടികൾ കൈമാറി. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ അംഗങ്ങളാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കേരളത്തിന്റെ ഭൂപടം നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. അവ നിർമ്മിച്ച വിദ്യാർത്ഥി ആദിത്യ ബാബുവിനെ ചടങ്ങിൽ അനുമോദിച്ചു. കളയാനുള്ളതെല്ലാം കമനീയ വസ്തുക്കളാക്കുന്ന ആദിത്യ ബാബുവിന്റെ കലാസൃഷ്ടികളും ശ്രദ്ധേയമായി. ഇവയൊന്നും വലിച്ചെറിയാനുള്ളതല്ല, എല്ലാം കൗതുകമുണർത്തുന്ന കൗശല വസ്തുക്കളാക്കി മാറ്റും ഈ മിടുക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാനും ചേർന്ന് കോട്ടയം സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മാലിന്യമുക്ത അവബോധന പരിപാടിയിൽ ആദിത്യയുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണ് ആദിത്യയുടെ ബോട്ടിൽ ആർട്ട്. കുപ്പികളിലെ ചിത്രവർണ്ണങ്ങൾക്ക് പുറമെ മുത്തുകൾ കൊണ്ടും വർണ്ണ നൂലുകൾ കൊണ്ടുമുള്ള തൊങ്ങലുകൾ അവയ്ക്ക് പുതുമ പകരുന്നു. കവളം മടലിലെ ഒരു കഷ്ണം പോലും ഇവിടെ ക്യാൻവാസാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ കപ്പുകൾ, കാർഡ്ബോർഡുകൾ, പഴയ പാത്രങ്ങൾ, ചിരട്ട, തെർമോക്കോൾ തുടങ്ങിയവയെല്ലാം കലാകാരിയുടെ കൈ തൊട്ടപ്പോൾ കമനീയമായി. ചെറുപ്പം മുതലേ ചിത്രരചനയിലും കരകൗശലത്തിലും ആദിത്യ ശ്രദ്ധ നൽകിയിരുന്നു. 600ഓളം കരകൗശലങ്ങൾ ഇതുവരെ നിർമ്മിച്ചു. കിടങ്ങൂർ NSS സ്കൂളിൽ നിന്നും +2 പഠനം പൂർത്തിയാക്കി. ഇനി ഫാഷൻ ഡിസൈനിങ് മേഖലയിലേക്ക് കടക്കാനാണ് ആഗ്രഹം. വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ അത് പഠിച്ചിട്ടൊന്നുമില്ല, മനസ്സിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്റ്റോൺ ആർട്ട്, ലീഫ് ആർട്ട്, ഗ്ലാസ് പെയിന്റിങ്, മ്യൂറൽ പെയിന്റിങ്, ബോട്ടിൽ ആർട്ട്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചുള്ള ഓരോ വർക്ക്. പാൽവസ്തുക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർ വലിച്ചെറിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. എല്ലാവരും കളയുന്ന വസ്തുക്കളിൽ നിന്നാണ് പിറക്കിയെടുത്തുകൊണ്ട് സൂക്ഷിച്ച് വെച്ചെല്ലാം ഉണ്ടാക്കുന്നത്. പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. കിടങ്ങൂർ ഉത്തമേശ്വരം ക്ഷേത്രത്തിന് സമീപം തോട്ടുംകരയിൽ B ബാബുവിന്റെയും സുവർണ ദേവിയുടെയും മകളാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു ആശയം നമ്മുടെ മനസ്സിൽ തോന്നി. അപ്പൊ ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ഒരു ചെറിയൊരിതില് ഞങ്ങളത് ചെയ്തു തുടങ്ങിയതാണ്. അപ്പം പ്രകൃതിയെ രക്ഷിക്കുക, നിങ്ങളും അതുപോലെ മുമ്പോട്ട് വരിക. അപ്പോൾ ഒരു മുട്ടുസൂചി പോലും നമുക്ക് വലിച്ചെറിയാനുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഒരു പുനർനിർമ്മിതിയായി നമുക്കത് ഉപയോഗിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അമ്മ സുവർണദേവി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗം കൂടിയാണ്. സിവിൽ സ്റ്റേഷനിൽ നടന്ന മാലിന്യമുക്ത അവബോധന പരിപാടിയിൽ ആദ്യത്തെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ലീൻ ഡ്രൈവ് വഴി ശേഖരിച്ച പ്ലാസ്റ്റിക് പ്രദർശനത്തിന് ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. പ്ലാസ്റ്റിക്കിന്റെ കൃത്യമായ സംസ്കരണം നടത്തുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗവും പുനർചക്രമണവും നടത്തുക എന്നീ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വലിച്ചെറിയൽ മുക്ത നാട് രൂപപ്പെടുത്തുക. നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല, അത് കൃത്യമായി പുനഃചംക്രമണത്തിന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാനുള്ളതാണ് അജൈവ മാലിന്യങ്ങൾ എന്നൊരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ക്യാമ്പയിനാണ് RGSA ടീം, ജില്ലാ ടീം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് BA ഷാനവാസ്, ഗ്രാമസ്വരാജ് അഭിയാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പെർട്ട് വിജയ് ഘോഷ്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ജില്ലാ പ്രോജക്ട് മാനേജർ R രാഹുൽ, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു.